Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചിടാൻ പോകുന്നത് തായ് കറി പേസ്റ്റ് ആണ്. തായ് ഗ്രീൻ കറി പേസ്റ്റ് ആണ്. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്രീസറിലേക്ക് എടുത്തു വെച്ചാൽ മതി. കുറേ കാലം കേടുകൂടാതിരിക്കും. ഏത് കറിക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബേസ് യൂസ് ചെയ്യാം. പക്ഷേ ഇത് മെയിൻലി തായ് കറി പേസ്റ്റാണ്. അപ്പം ഇത് വെച്ചിട്ടൊരു റെസിപ്പി വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു തായ് കറി പേസ്റ്റ് ഗ്രീൻ കറി പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മല്ലിയും ജീരകവും ഒന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ സാധാരണ ജീരകം, ഇത്രയും ഞാനൊരു ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് വരണം. റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് അരയ്ക്കാനുള്ള പേസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, 2 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. തായ് ഡിഷസിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തായ് ഡിഷസ്. അപ്പം ഞാനിതെങ്ങനെ ചെറുതായിട്ട് ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. നല്ലൊരു മണവും വരും കേട്ടോ. റോസ്റ്റായി കഴിഞ്ഞാൽ നല്ല സൂപ്പർ മണം വരുന്നുണ്ട്, നല്ല മണം. ആ മല്ലിയും ജീരകവും കൂടെ ചൂടായിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു. കണ്ടോ, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോഴേക്ക് ഇതൊന്ന് ചൂടാറി വരും. ഓക്കെ, ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടോ കുറേ ഗ്രീൻ സാധനങ്ങളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പേസ്റ്റിന് ഗ്രീൻ കളർ വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഗ്രീൻ കറി പേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരങ്ങയുടെ ലെമൺ സ്റ്റോക്ക്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലെല്ലാം വാങ്ങാൻ കിട്ടും. നമുക്കിവിടെ ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് ഡ്രൈ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡ്രൈ ആയതുകൊണ്ട് ഏകദേശം ഒരു 4 എണ്ണം എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഫ്രഷ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ഇതേപോലത്തെ സ്റ്റോക്സ് കിട്ടുകയാണെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല ടെൻഡർ തണ്ട് മാത്രം എടുക്കണം. ഞാൻ ഫ്രഷ് ആയിട്ട് ലെമൺ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. നമുക്കിപ്പോൾ കടകളിലെല്ലാം ഡ്രൈ കിട്ടുന്നുണ്ട്. ഇതേപോലെ ഒരു ബോട്ടിൽ ഇങ്ങനെ കോലായിട്ട് ഞാൻ കാണിച്ചു തരാം. ബോട്ടിൽ ഒരു മിനിറ്റ്, ഇതാ ഇതേമാതിരി ബോട്ടിലിൽ കിട്ടും. ഇത് കേടയാണ് ലെമൺ ഗ്രാസ്, കണ്ടോ. ഇത് ചായക്കും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിലൊരു 4 എണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഫ്രഷ് കിട്ടുകയാണെങ്കിൽ നമുക്ക് 2 എണ്ണം മതി. നല്ല സൂപ്പർ ഫ്ലേവർ അല്ലേ. ഓക്കെ, ഇതൊരു 4 എണ്ണം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം. നമുക്കിത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, മല്ലിയില, പിന്നെ നമുക്ക് വേണ്ടത് ബേസിൽ ലീവ്സാണ്. അതുപോലെ ഇരിക്കും ബേസിൽ ലീവ്സ്. നമ്മുടെ പാസ്തയിലും ഒക്കെ ഇടുന്നതാണ് ബേസിൽ ലീവ്സ്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു ഫുൾ ഒരു 8-10 ഇല നമുക്ക് വേണം കേട്ടോ. അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പ്രിംഗ് ഒനിയൻ വേണം. ഞാനൊരു ഫുൾ സെറ്റ് സ്പ്രിംഗ് ഒനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രീനും വൈറ്റും ഒക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. കുറച്ച് വലിയ പീസസ് ആയിട്ട് നമുക്ക് അരയ്ക്കേണ്ടതല്ലേ, അവിടെ കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിൾ സ്പൂണിൽ അളവ് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരും. അതേമാതിരി മല്ലിയില കട്ട് ചെയ്ത് വരുമ്പോഴും ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വരും. ബേസിൽ ലീവ്സ് കട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വരും കേട്ടോ. ഓക്കെ, പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഞാനതവിടെ ഒരു 1/2 ഇഞ്ച് ഇഞ്ചി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ പീസസ് ആയിട്ട്. ഒരു 3 വെളുത്തുള്ളി
വെറുതെ ഒന്ന് വലിയ പീസിനെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ടും രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഒരു കുഞ്ഞ് സവാള, അതും ഞാൻ എന്താ വലിയ പീസസായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെയാണ് നമുക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ച് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പം ഞാൻ നമ്മൾ എടുത്തിരിക്കുന്ന ലെമൺ ഗ്രാസ് ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഡ്രൈ എല്ലാം ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ലെമൺ ഗ്രാസ് ഓൾറെഡി ഞാൻ എന്താ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അതുമാതിരി നമ്മൾ ചൂടാക്കി വെച്ച മല്ലിയും ജീരകവും ഞാനത് മിക്സഡ് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക്, അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എരിവിന് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ അല്ലാതെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കേട്ടോ, മുഴുവനായിട്ടുള്ളത്. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുശേഷം കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്, നമുക്ക് കുറച്ച് ടേസ്റ്റിന് ഉപ്പും കൂടെ വേണം, ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അരച്ച ശേഷം കാണിച്ചു തരാം കേട്ടോ. സോ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരു ഭയങ്കര ഫ്രഷ് ഫ്ലേവർ കേട്ടോ ഇതിന്, പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അത്രയും ഫ്രഷ് ആണെന്നുണ്ടോ. നല്ല ഗ്രീൻ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ശരിക്കും ആ ഒരു ലെമൺ ഫ്ലേവറും നല്ല ആ ഒരു സിട്രസ് അങ്ങനെ ഭയങ്കര പ്ലസൻ്റാണ് നമ്മൾ ഈ മണം മണത്ത് കഴിഞ്ഞാൽ. നല്ല മണം, സൂപ്പർ മണം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ പറഞ്ഞ പോലെ ഏത് കറിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്തായാലും ഇത് വെച്ചിട്ടൊരു കറി ഉടനെ തന്നെ വരുന്നതാണ്, തായ് വെജിറ്റേറിയൻ കറി. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഈ പേസ്റ്റ് ഉണ്ടാക്കിക്കോളൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.